ഭർത്താവിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന ശേഷം വീട്ടിന് മുന്നിലെ കിണറിൽ ചാടി യുവതി. നമ്മുടെ കേരളത്തിലല്ല, അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ചിറ്റഗോഡ് എന്നുള്ള ജില്ലയിൽ, അവിടെ തംലാവ് എന്ന ഗ്രാമം. സമയം ഏതാണ്ട് രാവിലെ 9 മണിയാണ്. ലാൽമീന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ലദ്ഭായ് എന്ന് നാട്ടുകാരും വീട്ടിലുമൊക്കെ വിളിക്കും. 45-കാരനായ മോഹൻ ഗുർജാറാണ് ഭർത്താവ്. കോടാലി കൊണ്ട് ആ മോഹൻ ഗുർജാറിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു. കൊലപാതക ശേഷം ആ സ്ത്രീ വീടിന് സമീപമുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടി. നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സ്ത്രീയെ കിണറിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആദ്യമൊന്നും കയറാൻ കൂട്ടാക്കിയില്ല ആ സ്ത്രീ. നാട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചു. പിന്നീട് പോലീസ് എത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് അനുനയിപ്പിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ആ സ്ത്രീ കരയിലേക്ക് കയറാമെന്നുള്ള സമ്മതം നൽകിയത്. അതുവരെ ആ കിണറിന്റെ ഭിത്തിയോട് ചേർന്ന് അള്ളിപ്പിടിച്ച് കിടന്നു ലദ്ഭായ്. लोग ने पकड़ो बाण काढ़ा है। लोग ने कहानी बना ली कहीं करियो। हाँ कहीं करियो। हाँ नंदा गुजर को छोरा ने कहानी बना ली कहीं कहा। हाँ തുടരെ വെട്ടിയായിരുന്നു കൊലപാതകം. ഒറ്റ വെട്ടിൽ തന്നെ ആ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടിരുന്നു. നാട്ടുകാർ പറയുന്നത് ലദ്ഭായുടെ മകൻ നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോഴാണ് സംഭവം തൊട്ടടുത്തുള്ളവർ പോലും പറയുന്നത്. ഭർത്താവിനെ ആക്രമിച്ചുവെന്നും അവരെ കൊലപ്പെടുത്തിയെന്നും ഓടിക്കൂടിയ നാട്ടുകാരോട് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ അമ്പരം നിൽക്കുമ്പോഴാണ് ഇവർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നോക്കി നിൽക്കെ ഇറങ്ങി ഓടി ആ കിണറ്റിലേക്ക് ചാടുന്നത്. ഈ ലദ്ഭായുടെ മനോനില അത് കുറച്ച് ദിവസങ്ങളായി തകരാറിലാണ് എന്നുള്ള സംശയം ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ. ലദ്ഭായ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ അത് തുടരുകയും ചെയ്യുന്നു. മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ച് നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം സാധുവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് ആണ് പറയുന്നത്. മോഹൻ ഗുർജാർ എന്നാൽ നാട്ടുകാർക്ക് ഒരു പാവപ്പെട്ടവനാണ്. ആടുകളെ മേയിച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധു. 2 ആൺമക്കളുണ്ട് ഈ ലദ്ഭായ്ക്കും മോഹൻ ഗുർജാറിനും. മൂത്തയാൾ 11ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിൽ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായി ഒരു കൊലപാതകത്തിന്റെ വാർത്ത. അതിനുശേഷം അതിനാടകീയമായിട്ടുള്ള ആ സ്ത്രീയുടെ കിണറ്റിൽ ചാടി. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ആ ഗ്രാമം.